എന്റെ നാമത്തിൽ എന്റെ നമസ്കാരം പറയുന്ന കേൾക്കാമല്ലേ? കേൾക്കാം. താങ്ക് യു. വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. താങ്ക് യു. കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കൂടി വരുവാനിടയാതിൽ ദൈവത്തിന് സ്തോത്രം കയറിയിട്ടുന്നു. ഈ പഠനം നമ്മുടെ ആത്മജീവിതത്തിനും പ്രത്യാശയ്ക്കും ഉതകുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ ഇരിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച 5-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ച് അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും മുദ്രയിട്ട ഒരു പുസ്തകം ആർക്കും വാങ്ങുവാൻ യോഗ്യതയില്ല എന്ന് യോഹന്നാൻ ഏറ്റവും ലഭിച്ചു. എന്നാൽ ഒരു മൂപ്പൻ അവിടെ പ്രസ്താവിച്ചു, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ അറക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ പുസ്തകം വാങ്ങി. അവൻ ആ പുസ്തകം തുറന്നു. 6-ാം അധ്യായം മുതൽ നമ്മൾ അതിലെ വിവരണങ്ങളാണ് കാണുന്നത്. അവിടെ ഈ മധ്യാകാശത്തിലെ വരവിന് ശേഷം മഹോദ്രവത്തിന്റെ അവസാനം വരെയുള്ള ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇതുവരെ നമ്മൾ ഇൻട്രഡക്ഷൻ ആയിരുന്നു. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ ഇവിടെ ഈ 6-ാം അധ്യായം മുതലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് എനിക്കൊരു വാണിംഗ് പറയാനുള്ളത്, ഇതെല്ലാം നമ്മുടെ ആത്മജീവിതത്തിന് ഉതകുന്നതാണെങ്കിലും നമ്മൾ അതിലെ സെൻസേഷനിൽ പോകരുത്. കഴിഞ്ഞ കാലങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇസ്രായേലില് അവിടെ ഗാസ യുദ്ധം നടന്നു. ഇവിടെ അമേരിക്കയിലും കേരളത്തിലും എല്ലാം വലിയ പ്രൊഫറ്റിക്കൽ പ്രീച്ചേഴ്സ് വളരെ സെൻസേഷനലൈസ് എന്നും വീഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10-80,000 പേര് കൂടുന്നുണ്ട്. എന്നാൽ നമ്മൾ ഓവറോൾ ചിന്തിക്കേണ്ടത്, ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ ദോഷമുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ പല ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പഠനത്തിനും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അറ്റൻഷൻ സീക്കേഴ്സാണ് എല്ലാവരും. ഈ പറയുന്ന ഞാനും അതിന് വിമുക്തനല്ല. എല്ലാവരും നമ്മൾ ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. വേറെ ഒരു കൂട്ടർക്ക് നമുക്ക് മനുഷ്യർക്കെല്ലാം മാനസികമായിട്ടുള്ള ചില വൈകല്യങ്ങളുമുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കോൺസ്പിറസി തിയറീസ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഇവിടെ ക്യൂആനൻ എന്ന് പറയുന്ന, ഇന്ന് കാഷ് പട്ടേൽ FBI ഡയറക്ടറിന്റെ കൺഫർമേഷന്റെ ഹിയറിംഗ് ആയിരുന്നു ഇവിടെ സെനറ്റില്. അന്നേരം ചോദിച്ചു, നീ ക്യൂആനനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. ക്യൂആനൻ എന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷന് ട്രംപ് പരാജയപ്പെട്ടപ്പോൾ അവര് ക്യൂആനൻകാർ, ഇവരെല്ലാം വലിയ വിദ്യാഭ്യാസമുള്ളവരാ. അവരുടെ ആ ഗ്രൂപ്പില് ഞാൻ റിസർച്ചർ ആയതുകൊണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. ട്രംപ് മിലിറ്ററി റൂള് ചെയ്യും, ഇതെല്ലാം ഭരണം ഏറ്റെടുക്കും, ബൈഡന് കൊടുക്കില്ലെന്നും പറഞ്ഞ് അവർ വലിയ പ്രകടനം നടത്തി. ഒരിക്കല് ട്രംപ് മിലിറ്ററി രാത്രി 2 മണിക്ക് മിലിറ്ററി ടേക്ക് ഓവർ ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ വെള്ളങ്ങൾ നിറച്ചു വെക്കണം, കാറിലെ ഗ്യാസ് നിറച്ചോണം, ബാത്റൂമിൽ ടബ് വരെ വെള്ളങ്ങൾ നിറച്ചോണം എന്നും പറഞ്ഞ് വാണിംഗ് ആവാറുണ്ട്. ഒന്നും സംഭവിച്ചില്ല. അവരിപ്പോഴും, എന്നിട്ട് ബൈഡൻ പ്രസിഡന്റ് ആയിട്ട് പോലും ട്രംപ് ആണ് സൈന്യ കമാൻഡർ നയിക്കുന്ന, അവരതാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ക്രിസ്തീയ ലോകത്ത് വരുമ്പോൾ, പണ്ട് ഹിറ്റ്ലർ വന്നപ്പോഴും സ്റ്റാലിൻ വന്നപ്പോഴും അന്തിക്രിസ്തുവാണെന്നും പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ഒത്തിരി പ്രസംഗിച്ചു. അതുപോലെ സദാം ഹുസൈൻ വന്നപ്പോഴും അന്തിക്രിസ്തുവാണെന്നും പറഞ്ഞ് കേരളത്തിൽ ഇവിടെയൊക്കെ അനവധി പേര് പ്രസംഗിച്ചു. അതുകൊണ്ട് എന്തോ സംഭവിച്ചത്, ഇന്ന് എനിക്ക് പരിചയമുള്ള എൻ്റെ 10-15 വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ഡിസൈപ്പിൾ പോലുള്ള ഒരാൾ ഇസ്ലാമിക് കൺവേർട്ട്, ബാംഗ്ലൂർ ഇവാഞ്ചലിസ്റ്റ് ആണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പം നമ്മുടെ ഡിസ്പെൻസേഷനിൽ ഉപദേശം എല്ലാം വിട്ട് റിഫോംഡ് തിയോളജിയിൽ പോയിരിക്കുകയാണ്. ഒത്തിരി പേര് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സെൻസസ് കൊണ്ട് അവിടെ വരുന്നു, അവിടെ ഇത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കാത്തപ്പോൾ. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയിലുള്ള ഒരാളുടെ മകനാണ്, നോർത്ത് അമേരിക്കയിലുള്ളതാണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. കഴിഞ്ഞ കൊല്ലമാണ് റാപ്ചർ വരുന്നത് എന്നും പറഞ്ഞ് ഡേറ്റും വെച്ച് ഒബാമ അവിടെ ന്യൂയോർക്കില് 1 മൈല് ഉയരത്തിൽ സുനാമി വരും, ന്യൂയോർക്കെല്ലാം നശിക്കും, ലോകത്തില് റാപ്ചർ നടക്കും, ഒബാമ അന്തിക്രിസ്തുവായിട്ട് വരും എന്ന് പറഞ്ഞു. അതൊന്നും നടന്നില്ല. എന്നാൽ ഇപ്പോഴും അവര് നിലത്ത് കിടന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേര് വിശ്വാസത്തിൽ നിന്ന് പോകുന്നുണ്ട്. വേറൊരു കൂട്ടറുണ്ട്, നിങ്ങൾ ന്യൂസും കാണണ്ട, പത്രവും വായിക്കണ്ട, ഒന്നും അറിയണ്ട, വരാനുള്ളത് വരുമെന്ന്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്
നമ്മൾ ഈ സെൻസേഷൻ ഒന്നും ആകാതെ നമ്മൾ ഇരിക്കണം. ഇപ്പം തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ കേരളത്തിലെല്ലാം അവിടെ ദേവാലയം പണിയാൻ പോവുകയാണ്, ലോക നാണയം വരുന്നു, ലോക ഗവൺമെന്റ് വരുന്നു, എല്ലാം 10,000-80,000 പേര് കാണാനുണ്ട്. ഞാൻ 73 വന്നപ്പം അന്ന് ഇന്ത്യൻ ചാപ്റ്റർ ഒന്നും ഇല്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ തുടങ്ങിയത്. അതിന് അകലെയായിരുന്നു പിന്നെ ഇംഗ്ലീഷ് സഭയും. അപ്പോൾ പല ആഴ്ചകളിൽ ഞങ്ങൾ അടുത്തുള്ള പ്ലെയർ സ്ട്രീറ്റിൽ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോയി. 73 കാര്യമാണ്. അന്നേരം അവിടുത്തെ പാസ്റ്റർ പിന്നെ ഒരു സ്ത്രീയും പറഞ്ഞു, ഇസ്രായേലിലെ ടെമ്പിള് പണിയാൻ പോവുകയാണ് ഉടനെ തന്നെ എന്ന് പറഞ്ഞ കല്ലുകളെല്ലാം വന്നു കഴിഞ്ഞു, ചെറിയ റെഡിയായി കഴിഞ്ഞു ടെമ്പിള് പണിയാനുള്ളത്. സെൻസേഷനിലാണ്. അതിപ്പോൾ ഇത്രയും വർഷമായല്ലോ, പണിതിട്ടില്ല. ഇപ്പോഴും ന്യൂസാണ്. അപ്പം ടെമ്പിൾ പണിയാനുള്ള കല്ല് റെഡിയാണെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം കണ്ടു. പിന്നെ ഇസ്രായേലിൽ ഒരു ചുമന്ന പശുക്കിടാവ് ജനിച്ചാൽ ഉടനെ അവിടെ ടെമ്പിളിലെ അതിന് വേണ്ടിയിട്ട് റെഡ് ഹൈഫർ എന്ന് പറയും. അവിടെ ടെമ്പിൾ പണി ഇപ്പം റാപ്ചർ ഉടനെ നടക്കും. 2022 5 ഈ ചുമന്ന പശുക്കിടാവിനെ ടെക്സാസിൽ നിന്ന് ഇസ്രായേലിൽ കൊണ്ടുപോയി. അന്നേരം തന്നെ ഭയങ്കര യൂട്യൂബ് പ്രസംഗം, അത് വരുന്നു. പിന്നെ ജോൺ ഹാഗി എന്ന് പറഞ്ഞ ഒരാൾ ബ്ലഡ് മൂണ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബ്ലഡ് മൂണ് വരുന്നതെന്നും പറഞ്ഞ് എത്രയോ പുസ്തകങ്ങളൊക്കെ എഴുതി. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, നമ്മളിതെല്ലാം പഠിക്കണം, നമ്മൾ ഒരുങ്ങിയിരിക്കണം. പക്ഷെങ്കിൽ നമ്മൾ ഈ സെൻസേഷണൽ പ്രീച്ച് കേട്ട ഉടനെ വരും, ടെമ്പിൾ ഉടനെ പണിയും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ യേശു ക്രിസ്തു ഏത് സമയത്തും വരാം. ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ വരാം. എന്നാൽ എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാനും നമ്മുടെ കുഞ്ഞുങ്ങളെയോ മറ്റ് കൊച്ചുമക്കളുടെയോ കാലത്തായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പം വളരെ ന്യൂസ് ഉള്ളതാണ്. ഇനി ഫ്യൂച്ചറിൽ അത് കൂടുതലായിട്ട് വന്ന് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മിറ്റം ചെത്താനും വീട് ക്ലീൻ ചെയ്യാനും നമ്മളുമായിട്ട് സംസാരിക്കാനും നമ്മളെപ്പോലെ തന്നെ രീതിയിൽ യാന്ത്രിക മനുഷ്യൻ റോബോട്ട് ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ കാര്യങ്ങൾ ജോലികളെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ ഡ്രോണ് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പണ്ട് 2003 ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അന്തിക്രിസ്തുവിൻ്റെയും ലോക ഗവൺമെന്റിന്റെയും. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, വെബ്സൈറ്റിലുണ്ട്. ഡ്രോണ്, നാനോ ടെക്നോളജി. ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ കഥ തുറക്കുമ്പോൾ ചിലപ്പം കൊതുകോ ഈച്ചയോ ഒക്കെ കയറുക എന്ന് പറയുന്ന പോലെ ഈ നാനോ ടെക്നോളജി മൂലം ഈ ഡ്രോൺ, ഈച്ചയുടെ വലുപ്പത്തിലുള്ള ഡ്രോണ് പിന്നെ നമ്മുടെ വീട്ടിൽ കഥ തുറന്ന് കിടക്കുമ്പം വരും. അതിന് നമ്മുടെ ഫോട്ടോയും എടുക്കാം, നമ്മുടെ കാര്യങ്ങളെല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും പടമെടുക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്യാം. അങ്ങനെയുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും കുറച്ചുകൂടെ സമയം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ജാഗ്രതയായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വളരെ ഈ 6-ാം അധ്യായത്തിൽ 6 മുദ്രകളെ കുറിച്ചാണ് പൊട്ടിക്കുന്നത്. വളരെ ഗഹനമായ കാര്യങ്ങളായതുകൊണ്ട് വളരെ സാവധാനത്തിൽ പഠിച്ചു പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതും വായിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും വായിക്കുന്നത്. പക്ഷേ അത് മൂലം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ട് നമ്മൾ ഇതിൻ്റെ ഫോർമുല പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ശരിക്കും എപ്പോഴും മനസ്സിലാക്കുന്ന പോകാത്ത രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് നയിക്കുന്നത്. അതുകൊണ്ട് ഈ 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിലൊരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും
അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ളനിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. താങ്ക് യു വെരി മച്ച്. ഇപ്പം വായിച്ച അവസാനത്തെ വാക്യങ്ങൾ ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പിന്നെ ചർച്ച ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. താങ്ക് യു. ഇവിടെ കാണുന്നത് ഈ 6 മുദ്രകൾ പൊട്ടിച്ച് 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ ഈ ഭൂമിയിൽ ഇതുവരെയും സംഭവിക്കാത്ത രീതിയിൽ 7 വർഷം നീണ്ടു നിൽക്കുന്ന മഹോദ്രവകാലത്തെ അതികഠിനമായ കാര്യങ്ങളാണ് ഇവിടെ ഒന്നൊന്നായി ഓരോ മാലപ്പടക്കം പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിക്കുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടം മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ ഒടുവിലത്തെ നാളുകളാണ്. ഇതിന്റെ ഒടുവിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ ഭരണം നടത്തുന്നതിനായി ദൃശ്യമായ രീതിയിൽ സ്വയം ഇറങ്ങി വരും. നേരത്തെ ഞാൻ പ്രസ്താവിച്ച പോലെ യേശുക്രിസ്തു അവിടെ മഹോദ്രവത്തിന്റെ അവസാനം വരുമ്പോൾ നമ്മളും കൂടെ ഉണ്ട്, യേശുക്രിസ്തുവിന്റെ കൂടെ. 7 വർഷത്തിന്റെ അവസാനം മഹോദരകാലം എന്ന് ഈ കാലത്തെ വിളിച്ചിരിക്കുന്നത് തികച്ചും അന്വർത്ഥമാണ്. ഈ ചിലര് പറയാറുണ്ട്, എപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നവരും സംശയങ്ങൾ ഇതിനെതിരായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിലൊന്നും അർത്ഥമില്ല, എന്നും ഭൂമികൾക്ക് ലോകത്തിലുണ്ട്, എന്നും പീഡനമുണ്ട്, മഹാമാരികൾ എന്നുമുണ്ട്. അതെല്ലാം ശരിയാണ്. ക്രിസ്ത്യാനികളെ 1000 കൊല്ലുന്നുണ്ട്, ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ്. മഹാമാരി ഉണ്ടായിരുന്നു, അതുപോലെ ഭൂമി കുലുക്കം. പക്ഷെങ്കിൽ ആ ഭൂമി കുലുക്കം അതിന്റെ ഇന്റൻസിറ്റി നോക്കിയാൽ കഴിഞ്ഞ 150 കൊല്ലത്തൊക്കെ പണ്ട് 100 ഭൂമി കുലുക്കം ഒരു വർഷമായിരുന്നെങ്കിൽ ഇപ്പം ചെറുതും വലുതുമായിട്ടുള്ള 1000 ചില്ലുവാനും ഭൂമി കുലുക്കം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ, കോവിഡിന്റെ ഞാൻ നീ കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ലോകം മുഴുവൻ സ്പാനിഷ് ഫ്ലൂ 100 കൊല്ലത്തിന് മുമ്പ് വന്നു, അതിനുശേഷം വന്നതാണ്. എന്നാൽ മഹാപീഡനത്തിൽ വരുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് പറയും. ഇതിനേക്കാൾ ഇതെല്ലാം ഏറ്റവും കഠിനമായിട്ടുള്ള പീഡനമാണ്. അതുകൊണ്ടാണ് മഹാപീഡനമെന്ന് അവിടെ പ്രസ്താവിക്കുന്നത്. ഇനി ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുമായ വലിയ കഷ്ടമായ കാലത്ത് ഉണ്ടാകും. ആ കാലത്തെപ്പറ്റി ലൂക്കോസില് നേരത്തെ നമ്മൾ മത്തായി 24 വായിച്ചതാണ്. ഇത് ലൂക്കോസ് 21:20 മുതൽ 28 വരെ ഒന്ന് വായിച്ചാട്ട്. ആ കാലത്തെ കുറിച്ച് ഈ മഹാപീഡന കാലത്തെ കുറിച്ച് അവിടെ വിവരിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ 21-ാം അധ്യായത്തിന്റെ 20 മുതൽ 28 വരെ. 20 മുതൽ. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രന്മാർ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവേൻ. താങ്ക് യു. മഹാപീഡനത്തെ ഏറ്റവും വലിയ ആ കഷ്ടപ്പാടിനെ ഭീകരതയെ കുറിച്ചാണ് യേശുക്രിസ്തു അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ വെളിപാടിൽ തന്നെ യേശുക്രിസ്തുവാണ് ഈ വെളിപാട് നൽകുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു ഒലിവുമലയിൽ വെച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ് മത്തായി 24 ഈ വെളിപാട് പുസ്തകത്തിൽ സംഭവിക്കുന്ന മഹാപീഡനത്തിൽ സംഭവിക്കുന്ന ഒരു ഔട്ട്ലൈൻ, അതിന് രൂപരേഖ യേശുക്രിസ്തു തന്നെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വേറെ വാക്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ഇത് കഴിയുന്നുണ്ട്. 2 തിമോത്തിയോസ് 3:1 മുതൽ 5 വരെ കൂടെ ഒന്ന് വായിച്ചാട്ടെ.
2 തിമോത്തിയോസ് 3:5 1 മുതൽ 5 വരെ. വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. എന്നേസും എബ്രേസും മോശയോടെ അത് മതി. ഇപ്പം വേറെ ഭാഗങ്ങളും പുതിയ നിയമത്തിലുണ്ട്. ഈ അന്ത്യകാല ലക്ഷണങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറി വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ആരംഭിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇപ്പോഴും കണ്ടിരിക്കുന്നത്. നോഹയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഈ നോഹയുടെ സമയത്ത് ലോകം മുഴുവനും അധർമ്മമായതുകൊണ്ട് ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് ശുദ്ധീകരിച്ചു. അതുപോലെ തന്നെ ലോത്തിന്റെ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോത്തിന്റെ കാലത്ത് അവിടെ ഹോമോസെക്ഷുവാലിറ്റി അവിടെ മുഴുവൻ അവര് എല്ലാ അതിർത്തികളിൽ ലംഘിച്ചതുകൊണ്ട് ദൈവം അവരെ പരിപൂർണമായിട്ട് നശിപ്പിച്ചു. ഞാൻ നേരത്തെ ഇവിടെ പഠിപ്പിച്ചതുപോലെ നോഹയുടെ കാലത്തെ പോലെ തന്നെ അഴിമതികളും അക്രമങ്ങളും എല്ലാം ലോകത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പോപ്പുലേഷൻ ഏകദേശം 8 to 9 ബില്യൺ ആൾക്കാർ ഇപ്പം ഭൂമിയിലായി. അതുപോലെ തന്നെ ലോത്തിന്റെ കാലത്തെ പോലെ ഇവിടെ വന്നിരിക്കുകയാണ്. ഹോമോസെക്ഷുവാലിറ്റി, ട്രാൻസ്ജെൻഡർ, ഇതെല്ലാം ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും ഇട്ടിരിക്കുന്നത് അത് ഒരു തമാശനിട്ടതല്ല. ഇതിന് ക്ലാസ്സിനോടനുബന്ധിച്ചിട്ടതാണ്. ഇവിടെ എന്തുവാണ് ലോകത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് സർക്കാസ്റ്റിക്കലായിട്ടിരിക്കുന്ന BC 4004 മുതൽ 2020 വരെ 2 ജെൻഡർ, 2021 മുതൽ 24 വരെ 73 ജെൻഡർ. ഇപ്പം ട്രംപ് വന്നപ്പം 2 ജെൻഡറേ ഉള്ളൂ. നമുക്കറിയാം പുരുഷനെ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു, പിന്നെ ഷണ്ണന്മാരുണ്ടെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ 73 ജെൻഡർ ഉണ്ടെന്നും പറഞ്ഞ് ഹോമോസെക്ഷുവാലിറ്റി എല്ലാം അതിനെ പ്രൊമോട്ട് ചെയ്യും. ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ലോകം മുഴുവൻ അങ്ങനെ അത് ഇപ്പം എല്ലാ എംബസിയിലും ഈ പ്രൈഡ് ഫ്ലാഗ് പറപ്പിക്കണമെന്നുള്ളതായിരുന്നു അമേരിക്കൻ എംബസിയുടെ. അതുപോലെ ലോകം മുഴുവൻ യൂറോപ്പ് മുഴുവനും ആ നിലയിലായി. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഈ നടന്ന സംഭവം, നമ്മുടെ ഒരു മലയാളി ക്രിസ്ത്യാനി ഒരു യുവതിയാണ് അമേരിക്കയില് ഐവി ലീഗില് പഠിപ്പിക്കാൻ പേരൻസ് വിട്ടതാണ്. അവള് വീട്ടിൽ വന്ന് പറഞ്ഞു, ഡാഡി മമ്മി ഞാൻ പുരുഷനാണ്, സ്ത്രീയുടെ ബോഡി ഞാൻ ജനിച്ചതേ ഉള്ളൂ, എനിക്ക് സെക്സ് ചേഞ്ച് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അവര് സമ്മതിക്കാഞ്ഞപ്പം അവര് ഒബ്സർവ് ചെയ്തപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവര് സമ്മതിച്ചു. ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ഓപ്പറേഷൻ നടന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ വന്ന ക്രിസ്ത്യാനി കുടുംബത്തിലെ ഒരു യുവതിക്ക് ഈ ആഴ്ച നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെയും സമൂഹത്തിന്റെയും പൊതുവിലുള്ള ലക്ഷണങ്ങളെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. പാപത്തിൽ മുങ്ങിപ്പോയ മനുഷ്യരുടെ അന്ത്യകാല ലക്ഷണങ്ങളെ പറ്റിയും നമ്മൾ ഇപ്പം വായിച്ചായിരുന്നല്ലോ. 1-ാം മുദ്ര പൊട്ടിക്കുന്ന അവിടെ കാണുന്ന 6:1 മുതൽ 2 വരെ അന്തിക്രിസ്തുവിന്റെ വെളിപ്പെടല് ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നുണ്ട്. മത്തായി 24 നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇനിയും ദൈവം അനുവദിച്ചാൽ നമ്മൾ അവിടെ പോയി വീണ്ടും പഠിക്കുന്നതായിരിക്കും. വെളിപാട് പുസ്തകം അന്ത്യനാളുകളുടെ ഒരു ചിത്രമാണ് നൽകുന്നത്. ഇതിന്റെ പ്രധാന സംഭവങ്ങൾ നമ്മുടെ കർത്താവ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രൂപരേഖ തന്നിട്ടുണ്ട്. ഒലിവുമലയിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമുണ്ട്. അത് മത്തായി 24:3 നമ്മൾ അന്ന് പഠിച്ചതാണ്. ആ ചോദ്യത്തിന് ഉത്തരമായി അവസാന നാളുകളുടെ ഒരു ഔട്ട്ലൈനാണ്, രൂപരേഖയാണ് കർത്താവ് നൽകുന്നത്. അവിടെ മത്തായിയുടെ, ഇപ്പം ലൂക്കോസ് വായിച്ചതിലും അത് തന്നെയാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചത്. ഞാൻ ലോകരക്ഷകനാണെന്ന് പ്രഖ്യാപിച്ച് അനവധി ആളുകൾ ലോകത്ത് വരും. അത് നമുക്കിവിടെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ യേശുക്രിസ്തു അവിടെ നമുക്ക് മുന്നറിയിപ്പ് വാൺ ചെയ്യുകയാണ്. ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏകാധിപതികൾ
അന്തിക്രിസ്തുവിന്റെ നിഴല് കാണാം. ഇപ്പം ചിലർ പറയുന്നത് സദാം ഹുസൈൻ വന്നപ്പോൾ അന്തിക്രിസ്തുവാണ്, പോൾപൊട്ട് വന്നപ്പോൾ അന്തിക്രിസ്തുവാണ്, സ്റ്റാലിൻ അന്തിക്രിസ്തുവാണ്, ലെനിൻ അന്തിക്രിസ്തുവാണ്, നെപ്പോളിയൻ അന്തിക്രിസ്തുവാണെന്നൊക്കെ പറയുന്ന അവരെല്ലാം, ഹിറ്റ്ലർ, ഇവരൊക്കെ ഈ മാവോസ് നിന്ന് ഇവരെല്ലാം ഒരു അന്തിക്രിസ്തുവിന്റെ നിഴലുകളാണ്. അവരുടെ അന്തിക്രിസ്തുവിന്റെ പല സ്വഭാവങ്ങളും അവർക്കുണ്ട്. അതാണ് അതിന്റെ യഥാർത്ഥ സത്യം. ഉൽപ്രാവണത്തിന് ശേഷം ലോകം മുഴുവൻ ഒരു നാഥനില്ലാ കളരി പോലെ വന്ന് തകരും. അപ്പോൾ അവരുടെ രക്ഷകനായി അന്തിക്രിസ്തു വരും. എല്ലാവരും അവനെ അംഗീകരിക്കും. നമ്മുടെ ജീവിതം മുഴുവൻ താറുമാറായി ആ ഒരു നാഥനില്ല എന്ന് വരുമ്പോൾ ആര് എന്തുമായിപ്പോട്ടെ, നമുക്ക് ലോ ആൻഡ് ഓർഡറാണ് വേണ്ടത്, നമുക്ക് ആഹാരമാണ് വേണ്ടത് എന്ന് വെച്ചാൽ ആരാന്ന് അവന്റെ സ്വഭാവം നോക്കില്ല, എല്ലാവരും അവനെ സ്വീകരിക്കും എന്നുള്ളതാണ്. അവനൊരു വെള്ളക്കുതിരപ്പുറത്ത് ഇപ്പം വായിക്കാറുണ്ടല്ലോ ആണ് വരുന്നത്. ആ വെള്ളക്കുതിര വരുന്നത് കുതിരയുടെ തന്നെ യുദ്ധത്തിന്റെ ആണല്ലോ, നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. നാം അവന്റെ ലക്ഷണങ്ങളെ കുറിച്ച് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തില് പൗലോസ് പറയുന്നുണ്ട്. വിശ്വാസത്യാഗം സംഭവിച്ചു കഴിയുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുമെന്ന് അവിടെ പൗലോസ് പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്യാഗം വന്നു കഴിയുമ്പോൾ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ദൈവസഭ നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കും. നമ്മൾ യേശുക്രിസ്തു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുന്നെങ്കിൽ നമ്മൾ മാറ്റപ്പെടും. അതാ നമ്മൾ മരിച്ചു പോയിട്ട് മരിച്ചതിന് ശേഷം അടുത്ത തലമുറയിൽ അവരുന്നെങ്കിൽ ആ ദൈവമക്കളെല്ലാം മാറ്റപ്പെടും. അതിനുശേഷം മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെടൂ. ഇത് കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കേണ്ട ചരിത്രത്തിന്റെ ചക്രവാളത്തിലൂടെ വെള്ളക്കുതിരയുടെ പുറത്ത് അന്തിക്രിസ്തുവിന്റെ വരവാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 6-ാം അധ്യായത്തിൽ അധർമ്മത്തെ തടയുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നെടുക്കപ്പെടുന്നതോടെ അന്തിക്രിസ്തു വെളിപ്പെടും. ഇപ്പൊ അധർമ്മത്തെ ഇപ്പൊ ഈ ലോകത്തിൽ തടഞ്ഞു നിർത്തുന്ന എന്തോ ആണ്? നമ്മുടെ മനസ്സാണ്, പരിശുദ്ധാത്മാവാണ്. ഈ ഉത്പാദനം നടക്കുമ്പോൾ, റാപ്ചർ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവും കൂടെ ഭൂമിയിൽ നിന്ന് പോകും. അപ്പൊ ഈ ഭൂമിയിൽ അധർമ്മത്തെ തടയാന് ഒരു ശക്തിയില്ല. അപ്പം ഏറ്റവും അധർമ്മത്തിന്റെ മുമ്പേ പറഞ്ഞ പോലെ ലോകത്തിലെന്നും അഴിമതി ഉണ്ടായിരുന്നു, എന്നും അക്രമം ഉണ്ടായിരുന്നു, കൊലപാതകം ഉണ്ടായിരുന്നു, പീഡ ഉണ്ടായിരുന്നു, പ്രകൃതി ദുരിതങ്ങൾ ഉണ്ടായിരുന്നു, പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം മൂർത്തി ഭാവത്തിൽ ഏറ്റവും അധികരമായിട്ട് വരാൻ പോകുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിലില്ല. ദൈവമക്കളും പോയി കഴിയുമ്പോൾ ആ നിലയിലാണ് കാണുന്നത്. ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ദൈവവചനത്തിൽ കാണുന്ന പ്രവചന ഭാഗങ്ങൾ അതിപ്രധാനമായ ഒരു ഭാഗമാണ് ദാനിയേൽ 9-ാം അധ്യായത്തിൽ കാണുന്നത്. ഹിറ്റ്ലറിനെയും മുസോളിനിയെയും, അന്ന് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ വന്നപ്പോൾ എന്തുവാ ചെയ്തത്? കത്തോലിക്ക സഭയും മറ്റ് ചർച്ചുകളൊക്കെ പേടിച്ച് അവരെ അക്സെപ്റ്റ് ചെയ്തു. അവരുടെ ഹിറ്റ്ലർ 6 മില്യൺ യഹൂദന്മാരെ കൊന്നിട്ട് പോലും അവർ ചർച്ച് അതിനെതിരായിട്ട് പ്രതികരിച്ചില്ല. എന്ന് പറയുന്ന പോലെ ഈ അന്തിക്രിസ്തു വരുമ്പോഴും ഉണ്ടല്ലോ, അന്നത്തെ വ്യാജസഭ ഈ അന്തിക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം കുറച്ച് നാളത്തേക്ക് അവർ ലോകരക്ഷകനാകും. ഇസ്രായേലും അതുകൊണ്ട് വളരെ പീഡനത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് അവർക്കും ഒരു രക്ഷകനായിട്ട് അന്തിക്രിസ്തു ആദ്യം അവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് സമാധാനം കൊടുക്കുമ്പോൾ ഇസ്രായേലും അന്തിക്രിസ്തുവിനെ സ്വീകരിക്കും. അവിടെ ഈ ദാനിയേൽ പ്രവചനം 9:27 വെളിപ്പാട് 11-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത് അവന്റെ ഭരണകാലത്തിന്റെ മധ്യത്തിൽ ഈ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ 3.5 കൊല്ലം കഴിയുമ്പോൾ വഞ്ചകനായ അവൻ തന്റെ തനിനിറം വെളിപ്പെടുത്തും എന്നാണ്. അവൻ നാശയോഗ്യനാണ് എന്നാണ് അവിടെ കാണുന്നത്. പിശാചിന്റെ തനി സ്വരൂപമാണ് ഈ അധർമ്മമൂർത്തി, ഈ അന്തിക്രിസ്തു. ഈ ദാനിയേൽ പ്രവചനം 9:27 വായിച്ചായിട്ട് സമയം പോകുന്നുണ്ട്, വായിക്കാം. ദാനിയേൽ പ്രവചനം 9:27 അതെ. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. താങ്ക് യു. ഇവിടെ ഈ ഒരു ആഴ്ചവട്ടക്കാലം എന്ന് പറയുന്നത് ഒരു 7 വർഷത്തെ കുറിച്ചാണ്. അതിന്റെ അപ്പം ആ 3.5 കൊല്ലം കഴിയുമ്പോൾ അവന്റെ ഈ സ്വരമെല്ലാം മാറിയിട്ടുണ്ടല്ലോ. ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ അതുവരെ യഹൂദന്മാരുടെ സംരക്ഷകനായിട്ട് മാറി അവൻ യഹൂദന്മാരുടെ രാജാവ്, ഞാനാണ് ഇനി ദൈവം എന്ന് പറഞ്ഞിട്ട് യെരൂശലേം ദേവാലയത്തില് അവന്റെ പ്രതിമ സ്ഥാപിക്കും. അവനോട് പ്രാർത്ഥിക്കണം എന്ന് പറയും.
അതിനുശേഷം അന്ന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ലോകത്തിലുള്ള വ്യാജ സഭകളുണ്ടല്ലോ, റാപ്ചറിന് ശേഷവും ഈ നാമധേയ ക്രിസ്ത്യാനികൾ സഭകളെല്ലാം ഉണ്ട്. അവർക്കെതിരായിട്ടും അന്തിക്രിസ്തു 3.5 കൊല്ലം കഴിയുമ്പോൾ തീരും. അത് വെളിപാട് പുസ്തകം 17-ാം അധ്യായം നമ്മൾ ഭാവിയിൽ പഠിക്കുമ്പോൾ ദൈവം അനുവദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു വന്നില്ലെങ്കിൽ നമ്മളത് പഠിക്കുന്നതാണ്. അവളെയും നശിപ്പിക്കും, യഹൂദന്മാരെയും നശിപ്പിക്കും, ഈ വ്യാജ സഭയും നശിപ്പിക്കും. ഇവിടെ മൃഗമെന്ന് പറഞ്ഞിരിക്കുന്നത് അന്തിക്രിസ്തുവിനെയാണ് മൃഗമെന്ന് അവിടെ നമ്മൾ വായിച്ചത്. വേശ്യ എന്ന് വിളിക്കുന്നത് വ്യാജസഭ, മഹദിയാം ബാബിലോൺ എന്ന് വിളിക്കുന്ന സഭയും അവൻ നശിപ്പിക്കും. കമ്മ്യൂണിസം റഷ്യയിൽ വന്നപ്പോൾ ആദ്യം ലെനിന് 1917 ബോൾഷെവിക് റവല്യൂഷൻ വന്നപ്പോൾ എന്തുവാണ് ചെയ്തത്? കമ്മ്യൂണിസം വന്നപ്പോൾ അവിടുത്തെ സാമ്പത്തിക ധനാഷ്ട്യന്മാരും മറ്റ് എഡ്യൂക്കേറ്റഡ് ആൾക്കാരും അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്തു. അന്നേരം അവിടെ ലെനിന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞങ്ങളെ എതിർക്കേണ്ടതാണല്ലോ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എല്ലാം പിടിച്ചെടുക്കുക, നിങ്ങളുടെ ധനങ്ങളെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? അവരെ അപ്പീസ് ചെയ്യാൻ വേണ്ടി, അതിൽ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ലെനിൻ പറഞ്ഞ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവർ നമ്മളെ യൂസ്ഫുൾ ഇഡിയറ്റ്സ്. എന്റെ ഇസ്ലാമിന്റെ ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, യൂസ്ഫുൾ ഇഡിയറ്റ്. നമ്മൾ അവരെ ഉപയോഗിച്ച് കഴിഞ്ഞ് അവരെ കൊല്ലാം എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം സ്വാധീനവും പണവും എല്ലാം ഉപയോഗിച്ച ശേഷം അവരെ എല്ലാം ലെനിൻ കൊന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അത് തന്നെയാണ് ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും ഇസ്ലാമിലെ റെഫ്യൂജീസ് വരുമ്പം സൗദി അറേബ്യ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട, കുവൈറ്റ് പറയും ഞങ്ങൾക്ക് വേണ്ട, യൂറോപ്പിലും അമേരിക്കയിലുമാണ് വേണ്ടത്. അപ്പം ഇസ്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ വെസ്റ്റേൺ ആൾക്കാര് ഇസ്ലാമിന്റെ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. അതുപോലെ തന്നെയാണ് അവിടെ ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ടിരുന്ന അന്നത്തെ വ്യാജ സഭയും അവിടുത്തെ ഇസ്രായേലും അവരെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ വഞ്ചിച്ച് നേതാവിന് സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് അന്ന് നടക്കുന്ന സംഭവങ്ങൾ ഒരു മനുഷ്യനും ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ ആൾക്കാരെല്ലാം കൊല്ലപ്പെടും. ഇസ്രായേൽ തന്നെ 1/3 മാത്രമേ രക്ഷപ്പെടൂ, ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു പോകും. എന്നാൽ ജാതികളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. അവരെല്ലാം 7 വർഷം അവസാന ശേഷം യേശുക്രിസ്തു നമ്മൾ വന്നിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച പ്രസ്താവിച്ചതുപോലെ അവരെ പ്രവേശിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ മഹാപഠനത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയില്ല. കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അത് ശരിയല്ല. ഒരിക്കലും യേശുക്രിസ്തു ഇത്രയും ദുരിതത്തിൽ നമ്മളെ കടത്തിവിടുകയില്ല. എന്നാൽ നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്, കഷ്ടതയുണ്ട്. എന്നാൽ അന്നത്തെ കഷ്ടത എന്ന് പറയുന്നത് ലോകത്തിൽ ഇതുവരെ ലോക സ്ഥാപനത്തിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കഷ്ടതയായിരിക്കും. അതുകൊണ്ട് ഈ കർത്താവ് യേശുക്രിസ്തു നമ്മളെ മണവാട്ടിയെ ഒരിക്കലും അതിനായിട്ട് വിടുകയില്ല. അതാണ് നമ്മുടെ ആശ്വാസം. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയെ നമ്മൾ പുതുക്കി നമ്മൾ കാലത്തെ അറിഞ്ഞ്, അവിടെ ഇസ്രായേലിൽ പറയുന്നുണ്ട്, ഇസാക്കാർ ഗോത്രത്തിൽ 200 പേര് ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിയണമെന്നുള്ള കാലച്ചന്മാരുണ്ടായിരുന്നു. വാട്ട് ഇസ്രായേൽ മസ്റ്റ് ഡു, കാലച്ചന്മാര്. അവിടെ നമ്മൾ കാലച്ചന്മാരായിരിക്കണം. എന്തുവാണ് ഈ ലോകത്തിൽ നടക്കുന്നത്? നമ്മൾ പത്രം വായിക്കേണ്ട, ന്യൂസ് കാണണ്ട എന്നുള്ളതല്ല, ഇത് വായിക്കണം. പക്ഷെ നമ്മളെ സെൻസേഷനലൈസ് ചെയ്യരുത്. നമ്മൾ പഠിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഉതകുക, അതിനുവേണ്ടി ജീവിക്കുക. എന്ത് നമ്മൾ ചെയ്താലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹിമയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓർത്തിരിക്കണം. ഇതാണ് എനിക്ക് ഈ ആഴ്ച ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ച മുതൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ മുദ്രയുടെയും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇത് ഇച്ചിരി ഗഹനമായ വിഷയമായതുകൊണ്ട് അതുകൊണ്ടാണ് സ്ലോയിൽ ഞാൻ പോകുന്നത്. ഇന്ന് സമയമായി. ഇനി 2-3 മിനിറ്റ് ചോദ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിർത്താം. താങ്ക് യു സണ്ണി. ഓക്കെ, വെൽക്കം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സഹോദരിമാർക്ക്? ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച എന്നാൽ ഇനി കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ. He's left already. Oh, he left. Okay.